എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 1 കിലോമീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 7.800 സെന്റിൽ 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിന്റെ എലിവേഷൻ. മനോഹരമായ ഗ്ലാഡിൻ ടൈലുകളും ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു എലിവേഷൻ നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്ററും, തൃപ്പൂണിത്തുറയിലേക്ക് 9 കിലോമീറ്ററും, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 2 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത്. പഞ്ചായത്ത് റോഡാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ടാറിംഗ് റോഡ് തന്നെയാണ്. മനോഹരമായ ചുറ്റുമതിലും അവിടെ ഡിസൈനും കൂടാതെ ബബിൾസ് എല്ലാം വരുന്ന നല്ല ഡിസൈൻ വർക്കോട് കൂടി വരുന്ന ചുറ്റുമതിൽ നമുക്ക് കാണാം. നല്ലൊരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഈ ഒരു സൈഡിലും നമുക്കൊരു റോഡ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 100% ക്വാളിറ്റിയോട് കൂടി തന്നെയാണ്. 2 ഭിത്തിയിലും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് കവേർഡോട് കൂടി വരുന്ന വലിയൊരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. നല്ല വർക്കുകളെല്ലാം വീടിൻ്റെ മുറ്റത്തും കാണാൻ കഴിയും. സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലായി സീലിംഗ് വർക്കും ലൂവർ വർക്കോട് കൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയാണ്. ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിലുള്ള ഗാർഡൻ വർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു പ്രൊവിഷൻ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ളൊരു മുറ്റം തന്നെയാണ്. സ്റ്റോണുകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും KWO പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ഇവിടെയായി നല്ലൊരു വാട്ടർ ഫൗണ്ടനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നാച്ചുറൽ സ്റ്റോണാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്താണ് വീടിൻ്റെ നിർമ്മാണം. വടക്ക് ഭാഗത്തേക്ക് വീടിൻ്റെ ഡയറക്ഷനും കിഴക്ക് ഭാഗത്തേക്ക് ഡോറിൻ്റെ ഡയറക്ഷനും കിട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ വടക്കിഴക്കേ മൂലയിൽ കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാം. ഇവിടെയെല്ലാം ജാളി ടൈലുകളെല്ലാം കൊടുത്ത് ഡിസൈൻ വർക്കോട് കൂടി വരുന്നൊരു സ്പേസ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് ഡയറക്ഷനാണ് വീടിന്. ഇവിടെയായി ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന വുഡും ഗ്ലാസും ഡിസൈനോട് കൂടി വരുന്ന ഡോറ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും ടീക്ക് വുഡുമാണ്. നമുക്കിനി ഡോറ് തുറന്ന വീടിൻ്റെ ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കാം. നേരെ കയറി ഈ ഒരു സ്പേസിലായാണ് ലിവിംഗ് ഹാൾ വരുന്നത്. നല്ല വിശാലമായ ഒരു ലിവിംഗ് ഹാൾ തന്നെ കാണാം. ഡബിൾ ഹൈറ്റോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. മുകളിലായി സീലിംഗ് വർക്കുകളും നല്ല ഷാൻലിയർ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോകൾ ഇവിടെ കാണാൻ കഴിയും. ഫിക്സഡ് ഗ്ലാസോട് കൂടി വരുന്ന വിൻഡോ തന്നെയാണ്. മുകളിൽ നിന്നും ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കും കൂടാതെ മറ്റൊരു ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഗ്രൂവും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി 6 അടി നീളവും 4 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നല്ലൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസോട് കൂടി വരുന്ന വിൻഡോ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സ്പേസിലെല്ലാം നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്പേസ് അല്ല ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ ഏരിയ. ഡൈനിങ് ഹാൾ ഇടാവുന്നൊരു സ്പേസ് മറ്റൊരു സ്പേസ് അവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി നമുക്കൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ഇവിടെ കാണാം. ഈ ഒരു ഭിത്തി മറ്റൊരു കളറോടുകൂടി വരുന്ന ഭിത്തി തന്നെയാണ്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ വീടിന് കൂടുതലായി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ നല്ലൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനോട് കൂടി വരുന്ന ടൈലുകളാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. സെറയും ജാഗോറുമാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ സ്പേസാണ് അവിടെ കാണുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുന്ന സമയത്ത് അത് വിശദമായി കാണാം. ഇവിടെയും നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഹാങ്ങിങ് ലൈറ്റുകളും കാണാൻ കഴിയും. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഹോളിൻ്റെ നേരെ കാണുന്ന സ്പേസിൽ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഫിക്സഡ് ഗ്ലാസ്സോടുകൂടി വരുന്ന സ്ലൈഡിംഗ് ഡോറോടുകൂടി വരുന്ന ഒരു സ്പേസാണ്. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് നേരെ ചെല്ലുന്നത് നല്ലൊരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ഫുൾ കവേർഡോടുകൂടി ഫുൾ സെക്യൂരോടുകൂടി ചെയ്തിട്ടുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് തന്നെയാണ്. ടൈലുകളും ജാളി വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. വിശാലമായൊരു കിച്ചൺ തന്നെയാണ്. ഇത് കൂടാതെ പുറത്തായി നമുക്കൊരു സർവൻറ്റ് ടോയ്ലറ്റ് കൂടിയും ഈ വീടിന് ലഭ്യമായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഓൾറെഡി സർവൻറ്റ് ടോയ്ലറ്റ് ഈ വീടിന് ലഭ്യമാണ്. വിശാലമായ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് ലഭ്യമാവുക. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോറുകളാണ് കൂടുതലായി ഈ വീടിന് കിച്ചണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായി തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കും കൂടാതെ സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുമാണ് ഈ വീടിന് ലഭ്യമാവുക. ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാൾപേപ്പറാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഒരു കോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കൂടാതെ സീലിംഗ് ഫാനും നമുക്ക് കാണാം. ഇവിടെയായി നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയാണ് വരാനുള്ളത്. അവിടെ ഒരു മിറർ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വരിക. ജാഗോറാണ് കൂടുതലും ബാത്റൂം ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ഡിസൈൻ വർക്കോടുകൂടി വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു സ്പേസിലായാണ്. ഇതും ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റ് തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലാസ്സോട് കൂടി വരുന്ന ഡോറ് കബോർഡ് വർക്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും ഒരു കോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വാൾപേപ്പറെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും നേരത്തെ കണ്ട പോലെ തന്നെ നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത വിശാലമായ 5 ബാത്റൂമുകളാണ് ഈ വീടിന് ലഭ്യമാവുക. സ്റ്റെയർ കേസിന് താഴെയായി വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ വർക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുക. താഴെ ഗ്രൗണ്ടിലായി പബിൾസും കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ലാൻഡിങ് തന്നെയാണ്. അവിടെയായി നല്ലൊരു ഫിക്സഡ് ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്നും വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കും അവിടെ കാണാം. വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും കാണാൻ കഴിയും. ഇവിടെ നിന്നുമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ കാണുന്നത്. ഇവിടെ നിന്നും ഡയറക്റ്റ് ലിവിംഗ് ഹാളിൽ ആര് വന്നിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. മുകളിലെ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് നമുക്ക് ലഭ്യമാവുക. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. അതേ സ്പേസ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കോട്ടും കൂടാതെ 2 സൈഡ് ടേബിളും ഇവിടെ വരാനുണ്ട്. വാൾപേപ്പറെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായ ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതിനും നേരത്തെ കണ്ട പോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 5 ബെഡ്റൂമിനും അത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനും വിശാലമായൊരു ബാത്റൂം നമുക്ക് കാണാൻ കഴിയും. ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്പേസിലായാണ്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇത് മാത്രമേ വലിപ്പത്തിൽ ചെറുത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ബെഡ്റൂമുള്ളൂ. ബാക്കി 4 ബെഡ്റൂമും വിശാലമായ ബെഡ്റൂം തന്നെയാണ്. 4 ബെഡ്റൂമിലും ഏകദേശം കോട്ടും ബെഡെല്ലാം എല്ലാത്തിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇതിനും വലിപ്പമുള്ള ബാത്റൂം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 4 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തേതും 5ാമത്തേതുമായ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ആ ബെഡ്റൂം വരുന്നത് ഈ കാണുന്ന സ്പേസിലായാണ്. ഇതിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണിയോടുകൂടി വരുന്ന ബെഡ്റൂമാണ്. ഇതും ഏകദേശം ഒരു 145-150 സ്ക്വയർ ഫീറ്റ് തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. നല്ല രീതിയിലുള്ള വർക്കുകൾ ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ ഉൾപ്പെടുത്തിയാണ് ഇവിടെ
ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയായി 7.800 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 2,80,00,000 രൂപയാണ്. അത് തീർച്ചയായും നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.